ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സ്എൻവൈ ലേണിംഗ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 7th ആനുവൽ എക്സാം ടൈം ടേബിൾ റിലീസ് ആയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് സിലബസ് ഉള്ളവർക്ക്. സോ രണ്ട് ഡിഫറെൻറ്റ് ടൈം ടേബിൾ ആയിട്ടാണ് ഉള്ളത്. അതായത് HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള LP UP സ്കൂൾ ആണെങ്കിൽ അതിനൊരു ടൈം ടേബിൾ, അതായത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള LP UP സ്കൂളിന് ഒരു ടൈം ടേബിളും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് അല്ലാത്ത സ്കൂളുകൾക്ക് മറ്റൊരു ടൈം ടേബിളും ആണുള്ളത്. LP UP HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് മാർച്ച് 6 എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് LP UP വിഭാഗത്തിന് മാർച്ച് 18 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ദിവസത്തിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് വേണം മുന്നോട്ടുള്ള നിങ്ങളുടെ ഒരു സ്റ്റഡി കൊണ്ടുപോകാൻ. സോ നമുക്ക് എക്സാം ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണ് നിങ്ങൾക്ക് ഡ്യൂറേഷൻ ഉണ്ടാവുക. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ 15 മിനിറ്റിൽ മാക്സിമം ആ ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്തുകൊണ്ട് ആ ഒരു എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള ആ പ്ലാനിങ് ഈ 15 മിനിറ്റിൽ നിങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് ഈ 15 മിനിറ്റിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള മീഡിയം ക്വസ്റ്റ്യൻസും ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിക്കാൻ പറ്റും. എന്നിട്ട് അതിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് എക്സാം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ഈ 2 മണിക്കൂർ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേണം എക്സാം എഴുതാൻ. ഞാൻ പറഞ്ഞ പോലെ ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് ഈ 2 മണിക്കൂറിൽ നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം ഫുള്ള് തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് തന്നെ എഴുതാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യനിലും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത്. കൂടുതൽ ടൈം ഒരു ക്വസ്റ്റ്യനിലും നമ്മൾ സ്റ്റക്കായിട്ട് വേസ്റ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. അത് ശ്രദ്ധിച്ചുകൊണ്ട് എക്സാംസ് എഴുതുക. ടൈം ടേബിളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ HS അറ്റാച്ച്ഡ് LP UP സ്കൂളിൻ്റെ ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 6-ാം തീയതിയാണ്, മാർച്ച് 6-ന് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് ആണ് ഉണ്ടാവുക. അത് ആഫ്റ്റർനൂൺ സെഷനിലാണ്. ഓക്കെ, സെഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ എക്സാംസും എന്താണ് ആഫ്റ്റർനൂൺ സെഷനിലാണ്. ഉച്ചയ്ക്ക് 1:30 സ്റ്റാർട്ട് ചെയ്യുന്ന സെഷനിലാണ് നിങ്ങൾക്ക് എക്സാംസ് വരുന്നത്. ഓക്കെ, രാവിലത്തെ സെഷൻ 10 മണിക്കാണ്. അതേപോലെ തന്നെ ഉച്ചക്കത്തെ സെക്ഷൻ 1:30 വരിക. അതിന് ഫ്രൈഡേസിലാണെങ്കിൽ 2 മണിക്കായിരിക്കും നിങ്ങളുടെ ആ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാ എക്സാംസും ആഫ്റ്റർനൂൺ സെഷനിലാണ്. അതേപോലെ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് ആണ്. 10-ാം തീയതി നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് ആണ്. 12-ാം തീയതി നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണോ അതാണ് 12-ാം തീയതി എക്സാം ഉണ്ടാവുക. അതേപോലെ തന്നെ 17-ാം തീയതി ഏത് എക്സാമാണ് വരുന്നത്, മാത്സ് ആണ് 17-ാം തീയതി വരുന്നത്. അത് 19-ാം തീയതിയാണ് ഏത് വരുന്നത്, ബേസിക് സയൻസ് വരുന്നത്. 24-നാണ് സോഷ്യൽ സയൻസ് വരുന്നത്. 26-ന് ഹിന്ദിയും 27-ന് അവിടെ വർക്ക്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇതാണ് HS അറ്റാച്ച്ഡ് LP UP വിഭാഗത്തിൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻഡിപെൻഡൻറ്റ് LP UPൻ്റെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ അവർക്ക് 18-നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. മാർച്ച് 18-ന് സ്റ്റാർട്ട് ചെയ്യും. എല്ലാം ആഫ്റ്റർനൂൺ സെഷനിൽ തന്നെയാണ് എക്സാംസ് ഉള്ളത്. ഫസ്റ്റ് എക്സാം വരുന്നത് മലയാളം സെക്കൻഡ് ആണ്. ആൻഡ് 19-ാം തീയതി ഏതാണ്, ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, അറബി, സംസ്കൃത്, തമിഴ്, കന്നഡ, ഉറുദു ഏതാണോ അതാണ് ഞങ്ങൾക്ക് 19-ാം തീയതി ഉണ്ടാവുക. അതേപോലെ 23-ാം തീയതി മാത്സ് ആണ് വരുന്നത്. 24-ന് വർക്ക്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. 25-ന് ഇംഗ്ലീഷും, 26-ന് ബേസിക് സയൻസ്, 27-ന് ഹിന്ദി, 30-ന് സോഷ്യൽ സയൻസ്. ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ HS അറ്റാച്ച്ഡ് സ്കൂളിന് 6-ന് അവിടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ഇനി അധികം സമയമില്ല എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഉള്ള സമയം വെച്ചിട്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം അവർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് LP UP നോക്കുകയാണെങ്കിൽ 18-നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് സമയം അവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ എക്സാംസ് നോക്കുകയാണെങ്കിൽ എക്സാംസ് എല്ലാം അടുപ്പിച്ച ദിവസങ്ങളാണ്. അവർക്ക് എക്സാമിൻ്റെ ഇടയിലായിട്ട് അധികം ഗ്യാപ്പ് കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പം ഹൈസ്കൂൾ അറ്റാച്ച്ഡിൻ്റെ ടൈം ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 6-ന് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതിയാണ് മലയാളം സെക്കൻഡ് വരുന്നത്. അതായത് 7, 8, 9 3 ദിവസത്തെ ഗ്യാപ്പ് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ 10-ാം തീയതി എക്സാം കഴിഞ്ഞാൽ പിന്നെ 12-ാം തീയതിയാണ് ഫസ്റ്റ് ലാംഗ്വേജ് ഉള്ളത്. അത് ഒരു ദിവസത്തെ ഗ്യാപ്പ് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ മാത്സിനാണ് എത്ര ഗ്യാപ്പ് കിട്ടുന്നത്, മാക്സിമം ഗ്യാപ്പ് കിട്ടുന്നത് 4 ദിവസം അവിടെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അല്ലേ. അതേപോലെ ബേസിക് സയൻസിനാണെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. സോഷ്യൽ സയൻസിന് അവിടെ വീണ്ടും 4 ദിവസം ഗ്യാപ്പ് അവിടെ സോഷ്യൽ സയൻസിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഹിന്ദിക്കാണെങ്കിലും ഒരു ദിവസം അവിടെ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. വർക്ക്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷന് ഗ്യാപ്പ് കിട്ടുന്നില്ല. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ HS അറ്റാച്ച്ഡിൻ്റെ കേസിൽ എക്സാംസിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് കുറേ ഗ്യാപ്പ് കിട്ടുന്നത് കാണാം. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂൾസ് ആണെങ്കിൽ അവിടെ കുറേ ഗ്യാപ്സ് നമുക്ക് കിട്ടുന്നില്ല. സോ അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു
സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ മാത്സിനും സോഷ്യൽ സയൻസിനും ഒക്കെ കുറച്ച് സമയം കിട്ടുന്നുണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മുന്നേ ഉള്ള ഏതൊക്കെ പഠിക്കണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും അല്ലേ. ഇവിടെ അധികം ഗ്യാപ്പ് ഇല്ലാത്ത സബ്ജക്ട്സ് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. സോ അത് ഈ ടൈം ടേബിൾ നോക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ ഇവിടെ 18th തുടങ്ങി 30ക്ക് തീരുന്നുണ്ട്. വളരെ ചെറിയൊരു ടൈം ഫ്രെയിമാണ് അവിടെ നമുക്കുള്ളത്. സോ ഇതും ടൈം ടേബിൾ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, എങ്ങനെയാണ് ആ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഞാൻ ആദ്യം പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഒരു കോർ സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പ്രയോറിറ്റൈസ് കോർ സബ്ജക്ട്സ്. നിങ്ങൾക്ക് കോർ ആയിട്ടുള്ള സബ്ജക്ട്സ് ഇപ്പോൾ മാത്സും ബേസിക് സയൻസും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട്, മാത്സിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി അധികം സമയമില്ല നമുക്ക് എക്സാമിന്, അപ്പോൾ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എക്സാമിൻ്റെ തലേന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം റിവിഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ആൻഡ് കൂൾ ഓഫ് ടൈം ഞാൻ പറഞ്ഞു. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൂൾ ഓഫ് ടൈമിൽ തന്നെ എക്സാം ആൻസർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. ആ കൂൾ ഓഫ് ടൈം കൃത്യമായിട്ട് എക്സാം എങ്ങനെ എഴുതണം എന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് നടത്തി നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് ഈ ടൈം തന്നെ വെച്ചുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ നടത്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൂൾ ഓഫ് ടൈമിൻ്റെ ഉപയോഗം അവിടെ മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് അവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്ട്സ് വീക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ എക്സാമിന് ഒരു പ്രാക്ടീസും കൂടെ ആയിട്ട് നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റ് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ഗ്രാമറും എസ്സേ സ്ട്രക്ചറൊക്കെ ഒരു ദിവസം മുന്നേ തലേന്ന് കറക്റ്റായിട്ട് ഇരുന്ന് ഗ്രാമറും എസ്സേ എങ്ങനെ എഴുതണം എന്നൊക്കെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിൻ്റെ കേസിലൊക്കെ അതും അവിടെ എന്ത് ചെയ്യുക, ആ ഒരു ടൈം തലേന്നൊക്കെയുള്ള ദിവസം കറക്റ്റായിട്ട് എസ്സേ സ്ട്രക്ചറൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ വന്ന സ്ഥിതിക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള വളരെ കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ അവിടെ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഒരു എക്സാമിൻ്റെ ടൈമും അതിൻ്റെ എത്ര ഗ്യാപ്പ് ഉണ്ട് ആ ഡേയ്സ് ഒക്കെ നോക്കിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള എക്സാം സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നല്ലപോലെ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ഓക്കെ, എല്ലാവരോടും ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയാണ്.